പ്രസിദ്ധമായ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തിനും ഉത്സവത്തിനും തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങ് പ്രശസ്ത തായമ്പക വിദ്വാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന കലകളും മതസൗഹാർദ്ദവും ഒത്തുചേർന്ന വേദി കുന്നംകുളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് മാറ്റുകൂട്ടി. മതമേലധ്യക്ഷന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് ബഷീർ അലി തങ്ങൾ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽമാർ ബസേലിയോസ് മെത്രോപൊലിത്ത, പ്രബുദ്ധ കേരളം മാസിക പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം ഊരാളൻ മണക്കുളം ദിവാകര രാജ, ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കലാരംഗത്തെ അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. കേരള കലാമണ്ഡലത്തിൻ്റെ മേളകലാരത്നം പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമി അവാർഡും നേടിയ കക്കാട് രാജപ്പന്മാരാർ 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടയ്ക്കരൻ പാട്ട് നിർവഹിച്ചതിന് ടൈം മാഗസിൻ വേൾഡ് റെക്കോർഡ് നേടിയ കാരക്കൂറ രാമചന്ദ്രൻ നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രാജകുമാർ കാമ്പുറത്ത്, വാർഡ് കൗൺസിലർ റോഷിദ് ഓടാട്ട്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. രാവിലെ 9:30 നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് ഉത്സവത്തിനുള്ള ദ്രവ്യസമർപ്പണം നടന്നത്. മാർച്ച് 25 ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകം നടക്കും. അന്നേ ദിവസം വൈകിട്ട് 7:30 തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. ഏപ്രിൽ 1 ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രകുളത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ഏപ്രിൽ 5 പ്രശസ്തമായ കക്കാട് ദേശപൂരം. ഉത്സവ ദിവസങ്ങളിൽ 3 നേരവും അന്നദാനവും ക്ഷേത്രവേദിയിൽ വിപുലമായ വിവിധ കലാപരിപാടികളും നടക്കും.